പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടായെങ്കിൽ അതോടൊപ്പം തന്നെ ഇന്ന് ആരോപണങ്ങളുടെ ദിവസം കൂടിയായിരുന്നു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു. CMRLന്റെ കമ്പനിയായ KREMLന്റെ അനുവദനീയമായതിലും കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നാണ് മാത്യു കുഴൽനാടൻ ഇന്ന് ആരോപിച്ചത്. ഇതിനായി ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വരുത്താനായി മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചു. അതിൻ്റെ മിനിറ്റ്സും മാത്യു കുഴൽനാടൻ ഇന്ന് മാധ്യമ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. യഥാർത്ഥ പ്രതി വീണ വിജയനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ഇന്ന് ആരോപിച്ചു. അതേസമയം CMRLന് വലിയ സഹായം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണെന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഇന്ന് പറഞ്ഞത്. കരിമണൽ കമ്പനിയായ CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള വിവാദ ഇടപാട് മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുസമൂഹത്തിലും നിയമസഭയിലും പല രൂപത്തിൽ പല ആവർത്തി പറഞ്ഞിട്ടുള്ളയാളാണ് മാത്യു കുഴൽനാടൻ. അന്നൊക്കെ വിവാദമുന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്കാണ് തിരിച്ചുവെച്ചതെങ്കിൽ ഇപ്പോഴത് മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ടു നീട്ടുകയാണ് കുഴൽനാടൻ. CMRLിൻ്റെ ഉപകമ്പനിയായ KREML ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ 20 വർഷമായി 66 ഏക്കർ ഭൂമി കൈവശം വെച്ചിരുന്നു. ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. ഭൂമിക്ക് ഇളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതി പരിശോധിക്കണം. 2021 മുതൽ 3 തവണ കമ്പനിയുടെ അപേക്ഷകൾ ജില്ലാതല സമിതിയും തുടർന്ന് റവന്യൂ വകുപ്പും തള്ളി. പിന്നീടാണ് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുന്നത്. ഇതിനായി സ്വന്തം വകുപ്പല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി യോഗം വിളിച്ചു. തുടർന്ന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മന്ത്രിസഭാ യോഗത്തിൽ വെച്ചു. ഇതോടെ ജില്ലാ സമിതിക്ക് മുൻപാകെ കമ്പനി വീണ്ടും അപേക്ഷ നൽകി. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ 2022 ജൂണിൽ സമിതി അംഗീകാരവും നൽകി. എന്നാൽ കേസുള്ളതിനാൽ അനുമതി നൽകാൻ കഴിയില്ലെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ നിലപാട്. ഇതോടെ കമ്പനിക്ക് കോടതിയിൽ പോകാനുള്ള വഴി തുറന്നെന്നും ജില്ലാതല സമിതി അനുമതി നൽകിയതിനാൽ ഭൂമി കൊടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ കാണിക്കുന്ന ഫയൽ നോട്ടിങ്സ് ആണ്. മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അദ്ദേഹം മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കായി CMRL നൽകിയ 135 കോടിയിൽ സിംഹഭാഗവും ലഭിച്ചത് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടന്റെ ആരോപണം. യഥാർത്ഥ അഴിമതി എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 135 കോടിയുടെ സിംഹഭാഗവും ഞങ്ങൾ നൽകിയത് PV എന്ന പിണറായി വിജയനാണെന്ന് അതിൻ്റെ എഴുതിയിട്ടുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കായി നേരത്തെ പ്രതിരോധം തീർത്ത മന്ത്രിമാരായ P. രാജീവ്, MP. രാജേഷ് എന്നിവരെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു മാത്യു കുഴൽനാടൻ. സംവാദത്തിന് വിളിക്കുന്നതിനു മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ മിസ്റ്റർ മാത്യു കുഴൽനാടൻ എന്ന് മന്ത്രി P. രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമെന്നും പ്രതിരോധം തീർക്കുമെന്നും CPIM ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ആരോപണത്തിലും പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമാകില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നം വെച്ചുള്ള നീക്കം അത് CPIMന് സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയാകില്ല. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അലക്സ് റാം മുഹമ്മദ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഇന്ന് മാത്യു കുഴൽനാടൻ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ വളരെ കടുപ്പം പിടിച്ചത് തന്നെയാണ്. 100 കോടി രൂപയാണ് അത് മുഖ്യമന്ത്രിക്ക് ലഭിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. മാത്രമല്ല CMRL കമ്പനിക്ക് വേണ്ടി അതിരുവിട്ട സഹായങ്ങൾ മുഖ്യമന്ത്രി അതിനുശേഷം ചെയ്തു കൊടുത്തു എന്നും പറയുന്നു. കരിമണൽ കരാറിൽ കമ്പനിയെ സഹായിക്കാൻ നിയമവിരുദ്ധമായ ഇടപെടലാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ആരോപണം. എന്തായാലും ഇതോടെ ഈ ആരോപണം കുറച്ചുകൂടി അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് മനസ്സിലായി. മാത്യു കുഴൽനാടൻ്റെ ആരോപണങ്ങളെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങളോട് ഞങ്ങൾ ഈ കാര്യത്തിൻ്റെ പ്രതികരണം ചോദിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എത്ര കാലം തുടങ്ങിയിട്ട് ഇവിടെ 100 കോടി എന്നൊരു ചില്ലറ കളിയാത്. 100 കോടി അവൻ ചുമ്മാ അങ്ങ് അടിച്ചു. 100 കോടി ഒരു 10 കോടി എന്ന് പറഞ്ഞ ആളുകൾ ചിലപ്പോൾ വിശ്വസിച്ചുള്ള 100 കോടി. ഒരു MLA ഇത്രയും ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് പെരുമാറുന്ന ഒരു MLA കേട്ട് കഴിവുണ്ട് എവിടെയെങ്കിലും? അയാൾ ഒരു MLA അല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ? ഒരിക്കലും ഇല്ല. അതാണ് 2ാം തവണയും മുഖ്യമന്ത്രി വന്നത് അങ്ങനല്ലേ. 5 വർഷം കഴിഞ്ഞ് 2ാമത് തിരഞ്ഞെടുത്തെങ്കിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ 2ാമത് ജനങ്ങൾ തിരഞ്ഞെടുക്കത്തില്ലല്ലോ. ശരിയല്ലേ? ആരോപണം തിരിച്ചും അടിസ്ഥാനരഹിതമാണ്. മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിയിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാധ്യമത്തിൻ്റെ വഴി അറിയാൻ പറ്റുമല്ലോ. അപ്പം മുഖ്യമന്ത്രി നമുക്കറിയാമെന്നുള്ള കാര്യങ്ങളാണ്. ഈ സ്വർണം ഇത് മുതൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പം അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം. ഇനി പ്രത്യേകിച്ച്
ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാവരും മീഡിയ കാണുന്ന ആൾക്കാരാണ്. അത്ര എമൗണ്ട് അത്ര വാങ്ങാൻ സാധ്യത കുറവ്. 100 കോടി കൈക്കൂലി, 100 കോടിയല്ലേ, 100 കോടി കൈക്കൂലിയൊക്കെ മേടിച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, അങ്ങനെ വാങ്ങിക്കില്ലെന്ന് തോന്നണ്. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അവരുടെ സ്ഥാനത്ത് നിന്ന് അവർക്കത് ചെയ്യാൻ ഉള്ള വഴികളുണ്ടായിരിക്കാം, ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. വാങ്ങിക്കൂല, ഉറപ്പ്. അതിനൊന്നും ഒരു കാര്യമല്ല. പാർട്ടിയുടെ ഇതല്ലേ ആലോചിച്ച് പറയണതല്ലേ. ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിക്കും അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. അവരുടെ അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്ര സർക്കാരാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ ഇത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അന്വേഷണത്തിന് ഒരു ഇതില്ലല്ലോ. അതുതന്നെയാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ കളി. യൂട്യൂബിൽ പ്രേക്ഷകർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൽകുമാർ പറഞ്ഞു, പൊതുജനങ്ങളുടെ കമൻറ്റ് ചില ടൗണുകളിൽ മാത്രം ഒതുങ്ങുന്നു. ആലപ്പുഴ മുതൽ തെക്കുകാർക്ക് അഭിപ്രായം പറയണ്ടേ? തീർച്ചയായിട്ടും പരമാവധി ആൾക്കാരുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ താങ്കൾ കരുതുന്ന പോലെ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ വയ്ക്കാം. ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചോ? എനിക്ക് മനസ്സിലായി താങ്കളുടെ സംശയം. ഇന്ന് CPI ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് താങ്കൾക്ക് പ്രശ്നമായത് എന്ന്. ഉണ്ണികൃഷ്ണൻ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് തീയതി പ്രഖ്യാപിക്കപ്പെടും എന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. അപ്പോൾ ആലി അൽഫ പറയുന്നത് എന്തായാലും പൊടിപാറും വോട്ടെടുപ്പ് തന്നെയായിരിക്കും. 24 തകർക്കും 24-ൽ. അതെ, 24 ഇലക്ഷൻ എന്നാണ് നമ്മൾ ഇത്തവണത്തെ ഇലക്ഷൻ പരിപാടികൾക്ക് പേരിട്ടിരിക്കുന്നത്. അത് 24-ൻ്റെ പേരല്ല, ഈ 2024-ൻ്റെ പേരാണ്. 24 ഇലക്ഷൻ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. RV പ്രശാന്ത് നായർ ഒരു വലിയ കടുത്ത ഒരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ അവർ അങ്ങേക്ക് CPIയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയല്ലേ? ഒരിക്കലും ശരിയല്ല. CPIയോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമില്ല, താല്പര്യക്കുറവുമില്ല. നമ്മളെല്ലാ കക്ഷികളോടും താല്പര്യമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് താല്പര്യം. താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ ധരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. CPIയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, CPMലും സുഹൃത്തുക്കളുണ്ട്, കോൺഗ്രസ്സിലുമുണ്ട്, മുസ്ലിം ലീഗിലുമുണ്ട്, എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കളുണ്ട്. ശത്രുക്കൾ പരമാവധി പാർട്ടികളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രശാന്ത് നായരെ ഈ ഒരു തെറ്റിദ്ധാരണ മാറിക്കൊള്ളണം.